കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരു സംഘർഷങ്ങളും ഒരു സംഘടനകളും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഗുണം ചെയ്യുന്നതല്ല. പക്ഷേ പരാജയപ്പെടാൻ സാധ്യതയുള്ളവർ വിജയസാധ്യതയുള്ള ഇടതുപക്ഷ മുന്നണിക്കെതിരായി എല്ലാ തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളെയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാരെയുമെല്ലാം കടന്നാക്രമിക്കാനും അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉയർത്താനും അവർ ശ്രമിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, എത്രയോ വർഷക്കാലമായി മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു. അതിൻ്റെ അടിസ്ഥാനം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ജനസേവനപരമായ ജനങ്ങളുടെ എല്ലാ നിലവാരത്തിലുമുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും കേരളത്തിലെ പ്രതിപക്ഷത്തെയും BJPയെയും അലങ്കോലപ്പെടുത്തുന്നു, അലോസരപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. എത്ര കാലമായി മുഖ്യമന്ത്രിക്ക് നേരെ എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യമാണോ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് തന്നെ മുഖ്യമന്ത്രിയെ പ്രതിയായി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മുഖ്യമന്ത്രി പ്രതിയൊന്നുമല്ല. അതൊന്നും നടക്കുന്നില്ലെന്ന് വന്നപ്പോൾ എന്നാൽ ഇരിക്കട്ടെ, ഇവിടെ ചില അഴിമതി ആരോപണ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മാസപ്പടി എന്ന പേരിൽ ഒരു പഠിച്ചു വളർന്ന ഒരു യുവതി, ഒരു എഞ്ചിനീയർ, അതുപോലെ തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കഴിവിട്ടൊരു എഞ്ചിനീയറായി പഠിച്ചു വന്നു. സ്വന്തമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. ആ കമ്പനി മറ്റ് കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിന് അവർക്കുള്ള വരുമാനം, ചെലവ് എല്ലാം ഇന്നത്തെ ഇന്ത്യൻ നിയമമനുസരിച്ച് എല്ലാ കാര്യങ്ങളും റിട്ടേൺസും ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും വിടുന്നുണ്ടോ? മുഖ്യമന്ത്രിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുകയല്ലേ? ഇതിനെയും കേരളത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതിരോധിച്ചു. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരവേല നടത്തി ഇടതുപക്ഷ മുന്നണിയെയും അതിൻ്റെ പുരോഗതിയെയും വളർച്ചയെയും തടസ്സപ്പെടുത്താം എന്നാണ് കേരളത്തിലെ UDFും BJPയും ആഗ്രഹിച്ചത്, ആലോചിച്ചത്. അവരതിനു വേണ്ടി പലപ്പോഴും യോജിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം നീക്കിയത്. പക്ഷേ ഇവിടെ അവരുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണി തകർപ്പൻ വിജയം നേടാൻ വേണ്ടി പോകുന്നു.